ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പച്ചത്തേങ്ങയൊക്കെ അരച്ച് വെച്ച നല്ല കോഴിക്കോടൻ മീൻകറിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു മീൻകറി ഒരു പ്രത്യേക രുചിയാണ്. ഉച്ച സമയങ്ങളിലൊക്കെ കോഴിക്കോടുള്ള ചില വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീൻകറിയുടെ മണം, മീൻകറിയിൽ പച്ചമുളകൊക്കെ കിടന്ന് അങ്ങ് തിളയ്ക്കുന്ന ഒരു പ്രത്യേക ഒരു മണമാണ്. ആ ഒരു മണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ ഒരു കറിയുടെ രുചി എന്താണെന്നുള്ളത്. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. പക്ഷെ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്, എന്നിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ പലരും ഉണ്ടാവും അറിയാത്തതായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ കോഴിക്കോടൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് 2 അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു ഉണക്കമീൻ കറിയുടെ ഒരു ടേസ്റ്റ് വന്നു പോകും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കും. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ചട്ടിയിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. എൻ്റെ അടുത്തുള്ള ചട്ടികളെല്ലാം പൊട്ടിപ്പോയി. എന്തോ എനിക്ക് ചട്ടി വാഴില്ല എന്ന് തോന്നുന്നു. എൻ്റെ അടുത്തുള്ളതെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ്, കടായിലാണ് വെക്കുന്നത്. ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പച്ചമുളക് വേണം. പച്ചമുളകിൻ്റെ ആ ഒരു മണം വരണം ശരിക്കും ഈ ഒരു കറിയിൽ. അപ്പം ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണേ. അതങ്ങ് 2ആയിട്ട് കീറി അങ്ങ് ഇട്ടിരുന്നാൽ മതി. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയലയാണ്. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ അയലയുടെ തൊലിയൊക്കെ പുളിക്കൂട്ടോ, അതാ എങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ 1 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം മൊത്തം 5 പച്ചമുളകാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും വേണ്ട കേട്ടോ, അത് മുഴുവനും വേണ്ട. അതിന് നമുക്ക് കുറച്ച്, ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് കൊത്തി അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൊത്തി അരിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുപ്പത്തിലെടുത്തത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണേ. ഇത് മതി, ഇത്രയും അങ്ങ് ബാക്കി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് തക്കാളി, അതും അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വാളംപുളിയാണ്. ഈ ഒരു വലുപ്പത്തിലൊക്കെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കാരണം അത് ഒത്തിരി അങ്ങ് പുളിയൊന്നും ആയി പോകരുത്. ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പോളമൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലിപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിയുടെ ആ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് കളറാണ് കറി ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ തരത്തിൽ വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അധികം ആവുകയേ ചെയ്യരുത് കേട്ടോ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മതി. എനിക്കൊക്കെ പണ്ടുണ്ടാക്കുന്ന സമയത്ത് കറി ശരിയാവുകയില്ലായിരുന്നു, കാരണം മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടി പോയാലൊക്കെ ടേസ്റ്റ് മാറിപ്പോവും, മുളക് പൊടി കുറഞ്ഞു പോയാലൊക്കെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടങ്ങ് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതപ്പം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അരച്ചെടുത്തപ്പം എനിക്ക് കുറച്ചുകൂടെ കളർ വേണം. ആ ഒരു കളർ നമുക്ക് കിട്ടണം. ചുവപ്പ് കളറും ആവരുത്, മഞ്ഞ കളറും ആയിരിക്കരുത്, ഒരു ഓറഞ്ച് കളറായിരിക്കണം. അപ്പം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഈ കറിക്കൊക്കെ എടുക്കുമ്പോൾ നല്ല നാടൻ മുളക് പൊടി, വീട്ടിലൊക്കെ പൊടിപ്പിച്ച മുളക് പൊടിയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇൻ കേസ് അങ്ങനെ ആ ഒരു നാടൻ രുചി കുറച്ചുകൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ 6 or 7 ഉണക്കമുളക് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ ആ ഒരു കളറ് വരുന്നതിനനുസരിച്ച് അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പം അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഒന്ന് നന്നായിട്ടൊന്ന് ഞരടിയിട്ട് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒറ്റ പ്രാവശ്യം ഒന്ന് ഞരടി അങ്ങ് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. ഫുള്ളായിട്ട് അങ്ങ് വെള്ളം ചേർത്ത് പിന്നെയും എടുത്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പുളി അധികം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും മാറും, ആ കളറും അങ്ങ് മാറിപ്പോകും, ഡാർക്ക് കളറിലേക്കായി പോകും. അങ്ങനെ ആവരുത്. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങ് ഒഴിച്ചൊന്ന് അതിനകത്തുള്ള മിക്സിയുടെ ജാറിലുള്ള തേങ്ങ മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ പണ്ട് കല്ലേലായിരുന്നു അരയ്ക്കുന്നത്. അപ്പോൾ കല്ലേൽ അരയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ചൂടായി പോവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറ്, ഒന്നുകിൽ ഫ്രീസറിൽ വെച്ച് തണുത്ത തേങ്ങയാണെങ്കിൽ അങ്ങനെ തന്നെ അരയ്ക്കും കേട്ടോ. അരച്ചരച്ചരച്ചരച്ച് നന്നായിട്ട് നല്ല മഷി പോലെ അരയണം എന്നാ പറയുക ഈ ഒരു തേങ്ങ. അപ്പോൾ അതുവരെ അരയ്ക്കുമ്പോഴത്തേക്കും ആ മിക്സി ചൂടായിട്ട് ചെറുതായിട്ട് ആ ഒരു തണുപ്പ് മാറി 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 അവസാനം ആകുമ്പോഴത്തേക്കും ആ ഒരു പിരിഞ്ഞ പോലെയുള്ള തേങ്ങയൊക്കെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് തന്നെ വന്നോളൂ, നല്ലോണം അരഞ്ഞും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിരവി ഉടനെയാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരച്ചാലും മതി. അപ്പോൾ ഞാൻ ഒരു 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ട് നമുക്കതങ്ങ് നോക്കാം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ്. ഒരുപാട് വെള്ളമായി പോവുകയും ചെയ്യേണ്ട, ഒരുപാട് തിക്കും ആവണ്ട, കാരണം കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി അങ്ങ് വറ്റുമല്ലോ. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ടങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം, ഒരു 1/2 കപ്പും കൂടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ ഒരു ഭാഗം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം കേട്ടോ, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തേട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് കത്തിച്ചൊന്ന് തിളക്കട്ടെ.
ഈ ഒരു റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ കസിൻ സിസ്റ്ററായ സിമിയാണ് കേട്ടോ. അനു എന്നാണ് ശരിക്കുള്ള പേര്. ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ശരിയാവാത്ത ഒരു കറിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നും കഴിക്കുമ്പോൾ പല രുചിയായിരിക്കും. പക്ഷെ എന്നാൽ ചില സ്ഥലത്തു നിന്നുള്ള മീൻകറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം സിമി ഇങ്ങനെ ഈ ഒരു രീതി പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടിയത്. വടകരയാണ് സിമിയുടെ വീട്. ശരിക്കും നല്ല മണമാട്ടോ ഈ ഒരു മീൻകറിക്ക്, നല്ല ടേസ്റ്റുമാണ്. അതൊന്ന് തിളച്ചേരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അയലയാണ് കൂടുതൽ ഈ ഒരു കറി വെക്കുമ്പം ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. മത്തിയും വെക്കും, പിന്നെ വെക്കുന്നത് ചരു എന്നൊക്കെ പറയും, ആ നാട്ടിലൊക്കെ കിട്ടും. പലതരം ആയിട്ട് ഈ മുള്ളനും ചെമ്മീനും അങ്ങനെയുള്ള നെത്തൽ അങ്ങനെയൊക്കെ കൂടിയിട്ട് ഒരുമിച്ചൊക്കെ തരുന്ന ഒരു ഇത്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങനെയും വെക്കാം. ഇപ്പം മുള്ളനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഈ ഒരു അരപ്പ് ആദ്യം വെച്ച് തിളപ്പിച്ച് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ മാത്രമേ പെട്ടെന്ന് വേവുന്ന മീനുകളാണെങ്കിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. അതും നല്ല ടേസ്റ്റ് ആട്ടോ. നെത്തോലി എന്ന് പറഞ്ഞ മീൻ, അതും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. പക്ഷെ അതൊക്കെ ഇടുന്ന സമയത്ത് ആദ്യമേ ഇട്ട് വെക്കരുത്, കാരണം അതെല്ലാം മുള്ളിൽ നിന്ന് വിട്ട് പോയി പോവും. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനൊന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് സമയം തീ കുറച്ച് വെച്ച് അടച്ചൊന്നും വെച്ച് വേവിക്കരുത്. ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും മീനൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാൻ പണ്ടൊക്കെ തീ കുറച്ച് വെച്ച് അടച്ചൊക്കെ വെക്കും. സാധാരണ മീൻകറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ വെക്കും. പക്ഷെ അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ രുചിയെ അങ്ങ് മാറിപ്പോവും. ഇനി തവിയോ സ്പൂണോ ഒന്നും ഇടുകയൊന്നും ചെയ്യരുത്. അപ്പം മീനൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇളക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോവും. ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് ഭാഗം ഒന്ന് തുറന്നു വെക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം കേട്ടോ, തീ കുറച്ച് വെക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ പച്ചമുളകൊക്കെ ഇങ്ങനെ കറിയിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഉള്ള ഒരു മണം, ഒരു പ്രത്യേക മണം കേട്ടോ. ആ ഒരു കറക്റ്റ്, ആ കൂട്ടൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ മണം വരുള്ളൂ. ഇപ്പോൾ ഇത് കുറച്ച് സമയമായിട്ടുണ്ട്, ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് ഇത്തിരി മുന്നോട്ട് നിൽക്കണം ഈ ഒരു കറിക്ക്. ഒന്നുകൂടെ ഒന്ന് ഉപ്പ് നോക്കട്ടെ. പാകമായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. ഇത് ഞാൻ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കും, കാരണം നല്ല ടേസ്റ്റാണ്. നല്ല ആ ഒരു മണം, ആ മണം വരുമ്പോൾ നമുക്കൊരു ടെംപ്റ്റിംഗ് ആണ് ഉപ്പ് നോക്കാനായിട്ട്. ഇനി നമുക്ക് ഓഫാക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഇതുപോലെ ഒരു ഹൈ ഫ്ലെയിമിൽ, മീഡിയം ഹൈ ഫ്ലെയിമിലിരുന്ന് തിളച്ചാണ്. ഈ ഒരു തരത്തിൽ തിള ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ഇറക്കാം. ഇറക്കുന്നതിന് മുമ്പേ നമ്മൾ നിറച്ചും കറിവേപ്പില അങ്ങോട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു മണം വരിക, നല്ല മണമാണ്. ഇനി നമ്മൾ ഇറക്കാൻ നേരത്ത് ഒരു ചെറിയൊരു ടിപ്പും കൂടെ പറയാം. ഈ കറിയുടെ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇഞ്ചി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി, അത് കുറച്ചുകൂടെ ഒന്ന് കൊത്തി അരിഞ്ഞ് ശകലം മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നമുക്കങ്ങ് ഒന്ന് ചുറ്റിച്ചൊന്ന് മിക്സാക്കി കൊടുക്കാം. ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു രുചിയൊക്കെ കൂടി അങ്ങ് കറിയിലൊക്കെ അങ്ങ് നന്നായിട്ട് വന്ന് നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നല്ല കുത്തരി ചോറും അതിൻ്റെ കൂടെ ഏത്തക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൽ അതും മീൻകറി ഉണ്ടെങ്കിൽ കുശാലായി. ഒരു കഷ്ണം മീനും കൂടി എടുക്കാം, അതും കൂടെ വെച്ചങ്ങ് കുഴച്ച് ഉരുട്ടി കഴിക്കട്ടെ. എന്താണെന്നറിയോ, ഒരു പ്രത്യേക നാടൻ രുചിയാണ് ഈ ഒരു മീൻകറിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോറൊക്കെ കൂടുതൽ കഴിച്ചു ഈ ഒരു മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് പപ്പടം കേട്ടോ. പപ്പടം ഇല്ല ഇവിടെ, പപ്പടം ഉണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടെ ഒരു രുചിയാണ്. അപ്പോൾ ഏത്തക്ക മെഴുക്ക് പുരട്ടിയാണ്. ശരിക്കും നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നത്, കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ വെക്കുമ്പം അത് വേറൊരു രുചിയും വേറൊരു മണമൊക്കെയാണ്. ഇതിനൊരു കുറച്ചുകൂടെ ഒരു നാടൻ രുചിയും നാടൻ മണമൊക്കെയാണുള്ളത്. ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, എത്ര പെട്ടെന്ന് കഴിഞ്ഞു. നമ്മളിതല്ലാതെ ഒരുപാട് മീൻകറികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ടാക്കി നോക്കണം. എല്ലാം പ്രത്യേക ടേസ്റ്റുള്ള മീൻകറികളാണ്. ചിക്കുസ് ഫിഷ് കറി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കേക്കുകൾ മാത്രമല്ല അല്ലാത്ത റെസിപ്പീസും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.